ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് എണ്ണ കാച്ചാൻ പോവാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: ഉലുവ, ചെമ്പരത്തിപ്പൂവ്, ചെമ്പരത്തി ഇല, കരിഞ്ജീരകം, ചെറിയ ഉള്ളി, കറ്റാർ വാഴ. ഇതാണ് നമ്മുടെ മെയിൻ സാധനം. പിന്നെ കറിവേപ്പില, 1/2 കിലോ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ചെറിയ ഉള്ളി എല്ലാം കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറ്റാർ വാഴ അരിഞ്ഞ് കഷ്ണങ്ങളാക്കി ഇതേപോലെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം. കറ്റാർ വാഴയാണ് നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലൊരു സാധനം. പിന്നെ ഉലുവ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തി ഇലയും കൂടി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഞാൻ തണ്ടോടുകൂടി തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതെല്ലാം കൂടി ഒരു മിക്സിയിലിട്ട് അടിച്ചെടുത്തു. ശേഷം നമ്മൾ 1/2 കിലോ വെളിച്ചെണ്ണ ഗ്യാസിൽ വെച്ച് ചൂടായി വരുമ്പോഴത്തേക്കും ഈ മിശ്രിതം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം ഇത് ഒരുപാട് കരിഞ്ഞു പോകാൻ പാടില്ല. ഇതിനൊരു പരുവമുണ്ട്. ആ കറക്റ്റ് പരുവത്തിൽ തന്നെ നമ്മൾ വാങ്ങാൻ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ തുളസിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. തുളസിയില ഒരുപാട് ഇടരുത് കേട്ടോ. ഒരുപാട് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുടി കൊഴിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് തുളസിയില ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഇതെല്ലാം കൂടി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എണ്ണ കാച്ചി തേക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി പനങ്കുല പോലെ വളരും. ഇപ്പോൾ എന്താണ്ട് ഒരുവിധം അതെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എണ്ണയുടെ ഒരു പരുവം. അപ്പോൾ നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം.